എന്തെല്ലാം അനുഭവിക്കുമെന്നറിയാൻ ഇന്ന് ലോകത്തിൽ നിലവിലുള്ള ഒരേ ഒരു സംവിധാനമാണ് ജ്യോതിഷം, അസ്ട്രോളജി. വേറെ ഒരു സംവിധാനവും ഇന്ന് ലോകത്തിലില്ല. ആ അസ്ട്രോളജിയിൽ പ്യുവർ മാത്തമാറ്റിക്സ് ഉണ്ട്, പ്യുവർ അസ്ട്രോണമി ഉണ്ട്, പ്രഡിക്ഷൻ പാർട്ടുണ്ട്. മാത്തമാറ്റിക്സ് സയൻസാണ്, അസ്ട്രോണമി സയൻസാണ്, പ്രഡിക്ഷൻ പാർട്ട് സയൻസ് അല്ല, യൂസ്ഫുള്ളാണ്. ആ ജാതകം എഴുതിയിരിക്കുന്നത് ആസ് ഈസ് ദ മാക്രോകോസം സോ ഈസ് ദ മൈക്രോകോസം എന്ന പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ 365 ഡിഗ്രി ആയിട്ട് കാണുന്നു. ഭൂമിയിൽ നിൽക്കുന്ന നമ്മൾ ഈ പ്രപഞ്ചത്തെ മുഴുവനും കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചുറ്റുമുള്ള ഒരു രാശിചക്രം വരയ്ക്കുമ്പോൾ നമ്മളോട് വാദിക്കാനും ജയിക്കാനും വേണ്ടി ആഗ്രഹിക്കുന്നവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജാതകം, ജ്യോതിഷം വർക്ക് ചെയ്യുന്നത്. ഭൂമി കറങ്ങുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു. ഭൂമിയുടെ ചെരിവ്, ഭൂമിയുടെ ലാറ്റിറ്റ്യൂഡ്, ഭൂമിയുടെ ലോഞ്ചിറ്റ്യൂഡ്, ഗ്രീൻവിച്ച് രേഖ, ഡേ ലൈറ്റ് രേഖ, ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ജാതകത്തിൻ്റെ സൃഷ്ടി അഥവാ അസ്ട്രോളജി ഭാരതത്തിൽ വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയണം. 2 കാര്യങ്ങൾ ആദ്യം പറഞ്ഞത്, ഈ 360 ഡിഗ്രി അത് സയൻറ്റിഫിക്കാണ്. അതിനെ 12 രാശിയാക്കി തിരിച്ചു, അത് സയൻറ്റിഫിക്കാണ്. അതിൽ ഗ്രഹങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ മാതൃഭൂമി കലണ്ടർ നോക്കിയാൽ അറിയാം. ഓരോ മാസവും 1-ാം തീയതി ആ രാശിചക്രത്തിൽ എവിടെയെല്ലാമാണ് ഈ ചന്ദ്രനും സൂര്യനും ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി ഉള്ളതെന്ന് ആ രാശിചക്രം മാതൃഭൂമി കലണ്ടറിൽ നോക്കിയാൽ അറിയാം. അത് പ്യുവർലി സയൻറ്റിഫിക് ആയിട്ടുള്ള ഡാറ്റയാണ്. ലഗ്നം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു കുട്ടി ജനിക്കുന്ന സമയം നോക്കിയിട്ടാണ് ആ ലഗ്നം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 4 വ്യത്യസ്തമായ രീതിയിലാണ്. യഥാർത്ഥത്തിൽ 5 രീതിയുണ്ട്. അതിലൊന്ന് ശിരോദർശനം, ഭൂസ്പർശനം, രോദനം, കടീബന്ധനം എന്നീ 4 എണ്ണം. 5-ാമത്തെ ഒരെണ്ണം അച്ഛൻ്റെ ബീജവും അമ്മയുടെ അണ്ഡവും തമ്മിൽ യോജിക്കുന്ന ആ സമയത്ത്, അത് ആ കുട്ടി ജനിക്കുന്നതിന് 278 ദിവസങ്ങൾക്ക് മുമ്പാണ് എന്ന് മറക്കരുത്. ആ കുട്ടി ജനിക്കുന്നതിന് ഏതാണ്ട് 10 മാസം മുമ്പാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ 10 മാസം മുമ്പുള്ള ലഗ്നവും ഈ 4 ലഗ്നവും തമ്മിലൊക്കെ ധാരാളം വ്യത്യാസമുള്ളത് കൊണ്ട് ജാതകത്തിന് പെർഫെക്റ്റ് ജാതകം എന്നൊരു ജാതകം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. അവർ തരുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജാതകമേ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ ജാതകത്തിൽ കാണുന്ന ഏതെങ്കിലും വിവരണം ഉപയോഗിച്ച് അസന്നിഗ്ധമായിട്ട് എന്തെങ്കിലും പ്രഖ്യാപിക്കരുത്. മാത്രമല്ല, ലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ രാശിചക്രത്തെ ഭാവചക്രമാക്കി മാറ്റുന്നത്. ലഗ്നത്തിൽ നിന്ന് 15 ഡിഗ്രി ഇടത്തോട്ടും വലത്തോട്ടും എടുത്ത് ഭാവചക്രം വരയ്ക്കുമ്പോൾ ആ ഭാവചക്രത്തിൽ 1-ാം ഭാവം, 2-ാം ഭാവം, 3-ാം ഭാവത്തിൽ ഗ്രഹങ്ങൾ സൂര്യനായാലും ചന്ദ്രനായാലും ശനിയായാലും ശുക്രനായാലും നിൽക്കുന്നതിനെ നമ്മൾ ഉച്ചക്ഷേത്രം, നീചക്ഷേത്രം, ശത്രുക്ഷേത്രം എന്നെല്ലാം പറയുമ്പോൾ അത് രാശിചക്രവുമായിട്ട് ബന്ധപ്പെട്ടതിനെ നമ്മൾ എക്സ്ട്രാപ്പുളേറ്റ് ചെയ്ത് ഭാവചക്രത്തിലേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ആ എക്സ്പ്ലനേഷൻ ഡൈല്യൂട്ടഡ് ആകും. ആ ഡൈല്യൂഷൻ കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം രാശിചക്രത്തെയും ഭാവചക്രത്തെയും താരതമ്യപ്പെടുത്താൻ. ഒന്നുകൂടി നോക്കാം, ശ്രദ്ധിച്ചൊരു വരി. ആ രാശിയുടെ നടുക്കാണ് ലഗ്നം വരുന്നതെങ്കിൽ, ഒരു രാശിയുടെ നടുക്കാണ് ലഗ്നം വരുന്നതെങ്കിൽ വളരെ വിരളമാണത്, അത്ര ഈസി ഒന്നുമല്ല. ഒരു രാശിയുടെ നടുക്ക്, മേടം രാശിയിൽ, ഇപ്പോൾ മേടം 15-ാം ദിവസം സൂര്യോദയം സമയത്താണ് ഒരാൾ ജനിച്ചതെങ്കിൽ ശരിക്കും മേടം 15-ാം തീയതി അപ്പോഴായിരിക്കും നടുക്കായിരിക്കും ലഗ്നം വരിക. 1 മണിക്കൂർ കഴിഞ്ഞാൽ
1 മണിക്കൂർ കഴിഞ്ഞാൽ മേടം കഴിഞ്ഞു, ഇടവം തുടങ്ങി, സന്ധിയിലായി. മേടത്തിൻ്റെയും ഇടവത്തിൻ്റെയും സന്ധിയിലായിരിക്കും ശരിക്ക് ലഗ്നം വരുന്നത്. അപ്പോൾ അതിനെ ഭാവമാക്കി മാറ്റുമ്പോൾ മേടത്തിൻ്റെ പകുതിയും ഇടവത്തിൻ്റെ പകുതിയും കൂടി വരുമ്പോൾ അടിമുടി മാറ്റം ഉണ്ടാവും. ഇത് ഓരോ ജ്യോതിഷ വിദ്യാർത്ഥിയും ജ്യോതിഷത്തെ കൊണ്ട് പ്രയോജനം നേടാൻ ആഗ്രഹിക്കുന്നവരും തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് എന്തിനാണ്? വളരെ വളരെ അധികം പരിമിതിയുള്ള ഒരു വിഷയമാണ്, അനവധി പരിമിതികളുള്ള വിഷയമാണ് ജ്യോതിഷൻ കൈകാര്യം ചെയ്യുന്നതെന്ന് ഓർമ്മ വെച്ചു വേണം ഈ വിഷയത്തെ കുറിച്ച് അസന്നിഗ്ധമായിട്ടെന്തെങ്കിലും പ്രഖ്യാപിക്കാൻ. അസന്നിഗ്ധമായിട്ടെന്തെങ്കിലും പ്രഖ്യാപിക്കാൻ ശ്രമിക്കാതിരിക്കുകയാണ് ഉത്തമം. നമ്മൾ ഡയറക്ഷൻ കൊടുക്കുക, ഗൈഡൻസ് കൊടുക്കുക. അങ്ങനെ ഞാൻ പറയാൻ കാരണം, ഇന്ന് ആലോചിച്ച് നോക്കുക, ഈ ഭാവചക്രത്തിൽ 1-ാം ഭാവം മുതൽക്ക് 12-ാം ഭാവം വരെ നമ്മുടെ മനുഷ്യനുമായി ബന്ധപ്പെട്ട 12 പ്രധാന കാര്യങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കറിഞ്ഞൂടാ. അതായത് 1-ാം ഭാവം ശരീരമാണെന്ന് പറയാൻ കാരണം നമ്മുടെ പൂർവികർ പറഞ്ഞു, ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ കാരകത്വം കൊടുത്തിട്ടുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പൂർവികർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ ഗ്രഹത്തിനും സ്വക്ഷേത്രമുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? പൂർവികർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ. എന്തുകൊണ്ടാണ് ഈ ഗുരുവിന് ധനുരാശിയും മീനം രാശിയും സ്വക്ഷേത്രമാവുന്നത്? ഗുരുവിന് ധനുരാശിയും മീനം രാശിയും സ്വക്ഷേത്രമാവുന്നത്, മകരം കുംഭം രാശി ശനിക്ക് സ്വക്ഷേത്രമാവുന്നത് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? അറിഞ്ഞൂടാ. നമ്മുടെ പൂർവികർ പറഞ്ഞതാണ് അത് സ്വക്ഷേത്രമാണ്. അതിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്വക്ഷേത്രമാണെന്ന് പറയുന്നത്. അതിന് നമ്മൾ അതോറിറ്റി അല്ല. നമുക്ക് പൂർവികരുടെ ഇൻഫർമേഷൻ കടമെടുത്താണ് നമ്മൾ പ്രഖ്യാപനം നടത്തുന്നത്. അതേപോലെ ഞാൻ കുറച്ച് മുമ്പ് ഗുരുവിന് 5, 9 എന്ന് പറയുന്നതിന് പകരം 4, 9 എന്ന് പറഞ്ഞു. ഒരു തെറ്റ് പറഞ്ഞു. 2-3 പേര് ചോദ്യം ചോദിക്കാൻ എഴുതി തരാൻ പോയതായിരുന്നു. അപ്പോൾ ശനി തുലാത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്നു. എന്താ ഉച്ചത്തിൽ നിൽക്കാന്ന് പറഞ്ഞാൽ, അതേ ശനി മേടം രാശിയിൽ നീചത്തിൽ. ശനിയുടെ എല്ലാ നന്മകളും എന്താ ശനിയുടെ നന്മകൾ? വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ജീവിതം, വളരെ ഭക്തി നിർഭരമായ ജീവിതം, ശാസ്താവിനോട് അല്ലെങ്കിൽ അയ്യപ്പനോട് ഏറ്റവും അധികം ബന്ധമുള്ള ജീവിതം, അടുക്കും ചിട്ടയുമുള്ള ജീവിതം, കറുത്ത തൊലി ഉള്ള ശരീരം, നടക്കുന്നത് പോലും വളരെ അറിഞ്ഞും ചിന്തിച്ചുമാണ്. അങ്ങനെ ശനിയുമായി ബന്ധപ്പെട്ട കുറേ നന്മ നിറഞ്ഞ ഗുണങ്ങളുണ്ട്. അതെല്ലാം ഉച്ചത്തിൽ ശനിയാണെങ്കിൽ ഈ വ്യക്തിക്ക് കിട്ടും. ശനിയുമായി ബന്ധപ്പെട്ട കുറേ തിന്മകളുണ്ട്. എന്തിനും ഏതിനും പതുക്കെ ചെയ്യുള്ളൂ, പതുക്കെ സംസാരിക്കുള്ളൂ, പതുക്കെ ഊണയിക്കുള്ളൂ. അതായത് ഒരു പ്രത്യേക രീതിയിലുള്ള ജീവിതം, വഴവഴാന്ന് സംസാരിക്കും. അതെല്ലാം ശനി നീചത്തിലാണെങ്കിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഉച്ചത്തിലാണെങ്കിൽ ശനിയുടെ ഗുണങ്ങൾ 1-2 പേര് കുട്ടികൾ ചോദിച്ചു. ഉച്ചത്തിലാണെങ്കിൽ ഗുരു ഉച്ചത്തിലാണെങ്കിൽ ഗുരുവിൻ്റെ എല്ലാ നന്മകളും, ഗുരു നീചത്തിലാണെങ്കിൽ ഗുരുവിൻ്റെ തിന്മകളായിരിക്കും നമുക്ക് കൂടുതൽ കിട്ടുക. അപ്പോൾ ഉച്ചക്ഷേത്രവും നീചക്ഷേത്രവും നമ്മുടെ പൂർവികരാണ് കണ്ടുപിടിച്ചത്. ഓരോ ഗ്രഹത്തിൻ്റെയും ബന്ധുക്ഷേത്രവും സ്വക്ഷേത്രവും ഉച്ചക്ഷേത്രവും നീചക്ഷേത്രവും ശത്രുക്ഷേത്രവും നമ്മുടെ പൂർവികർ പറഞ്ഞതനുസരിച്ചിട്ടാണ് നമ്മൾ ബൈഹാർട്ട് പഠിച്ചിട്ട് നമ്മൾ ജ്യോതിഷം വിവരിക്കുന്നത്. ഇനി ലഗ്നത്തിൽ വരുന്ന ഏത് വ്യത്യാസം, അപ്പോൾ ഈ നിരയനം എന്നുള്ള തുടങ്ങിയ ചോദ്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കടന്നിട്ടില്ല. BV രാമൻ എഴുതിയിരിക്കുന്ന സിസ്റ്റത്തിൽ വ്യത്യാസമുണ്ട്. ഇന്ത്യൻ സിസ്റ്റത്തിലും വെസ്റ്റേൺ സിസ്റ്റത്തിലും ജാതകത്തിൽ വ്യത്യാസമുണ്ട്. അറിയാനുള്ളത്, ഇന്ത്യൻ സിസ്റ്റത്തിൽ ഭാവാധിപതിക്കാണ് ഇമ്പോർട്ടൻ്റ്. ഇന്ത്യൻ സിസ്റ്റത്തിൽ ഭാവാധിപതിക്കാണ് ഇമ്പോർട്ടൻ്റ്. വെസ്റ്റേൺ സിസ്റ്റത്തിൽ ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്കാണ് ഇമ്പോർട്ടൻ്റ്. ഈ വരികൾ ഓർത്തിരിക്കുക. ഒരു പുസ്തകത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ 1-ാം ഭാവത്തിൻ്റെ അധിപതി ഗുരുവാണെങ്കിൽ ഭാരതത്തിലെ അധിപതി ആരാണെന്ന് നോക്കിയിട്ടാണ് ആ ഭാവത്തിൻ്റെ മഹത്വം പറയുക. വീടിൻ്റെ ഉടമസ്ഥൻ്റെ മഹത്വമാണ് വീടിനുള്ളത്. പാശ്ചാത്യർക്ക് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളുടെ മഹത്വമാണ് പാശ്ചാത്യര് പ്രാധാന്യമായിട്ടെടുക്കുക. ഇതും നോക്കണം. പിന്നെ ലഗ്നത്തിൽ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത്, ലഗ്നത്തിൻ്റെ കാര്യത്തിൽ അടിമുടി വ്യത്യാസം വരുന്നൊരു ലോകത്തിൽ
നമുക്ക് കിട്ടുന്ന ജാതകമനുസരിച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മറക്കരുത്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഓർമ്മിക്കാനുള്ളൊരു കാര്യം, ഓരോ വ്യക്തിയും ഏത് നാളിലാണ് ജനിച്ചത് എന്ന് നോക്കിയിട്ടാണ് ഗർഭശിഷ്ട ദശയും അല്ലെങ്കിൽ ബാക്കിയുള്ള ദശയും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വളരെയധികം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു ക്ലാസ് യഥാർത്ഥത്തിൽ ജാതകം ജ്യോതിഷം പഠിപ്പിക്കാനല്ല, ജ്യോതിഷത്തിൻ്റെ പരിമിതികൾ എത്രത്തോളം ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കാനാണ്. കാരണം പല സ്ഥലത്തും ജ്യോതിഷത്തെ തെറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ കേതുദശയില ഒരാള്, കേതുദശ അശ്വതി മകം മൂലം ആണെന്ന് തോന്നുന്നു. അപ്പൊ അശ്വതി നക്ഷത്രം എത്ര കഴിഞ്ഞു, 60 നാഴികയുള്ള നക്ഷത്രത്തിലെ എത്ര കഴിഞ്ഞു എന്ന് നോക്കിയിട്ടാണ് ഗർഭശിഷ്ട ദശ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു നക്ഷത്രത്തിലെ എത്ര ഭാഗം കഴിഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗർഭശിഷ്ട ദശ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ വരി മറക്കരുത്. ആ കഴിഞ്ഞ സമയം 1 മണിക്കൂർ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് വ്യത്യാസം ഉണ്ടാവാം. മാതൃഭൂമി കലണ്ടറിൽ വ്യത്യാസം ഉണ്ടാവാം, മനോരമ കലണ്ടറിൽ വ്യത്യാസം ഉണ്ടാകാം, അതുപോലെ തന്നെ പഞ്ചാംഗത്തിൽ വ്യത്യാസം ഉണ്ടാവാം, മാതൃഭൂമി പഞ്ചാംഗത്തിൽ വ്യത്യാസം ഉണ്ടാവാം, തമിഴ്നാട്ടിലെ പഞ്ചാംഗത്തിൽ വ്യത്യാസം ഉണ്ടാവാം. ഈ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ദിവസം എത്ര നാഴിക കാർത്തികയുണ്ട്, എത്ര നാഴിക പൂരമുണ്ട്, എത്ര നാഴിക അശ്വതിയുണ്ട്. അപ്പോൾ അയാൾ ജനിച്ച സമയം കഴിഞ്ഞ് ബാക്കി എത്ര നാഴിക നക്ഷത്രമുണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഗർഭശിഷ്ട ദശ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓർമ്മിക്കാനുള്ളത് എന്താണ്? മാതൃഭൂമി കലണ്ടർ പ്രകാരം ചിലപ്പോൾ 14-ാം തീയതി വൈകുന്നേരം 6 മണി വരെ കാർത്തിക ഉണ്ടാവും. പഞ്ചാംഗ പ്രകാരം ചിലപ്പോൾ 11 മണി വരെ കാർത്തിക ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ മനോരമ കലണ്ടർ പ്രകാരം 1 മണി വരെ, ഉച്ചയ്ക്ക് 1 മണി വരെ കാർത്തിക ഉണ്ടാവും. അപ്പോൾ ജനിച്ചതിന് ശേഷം കാർത്തിക നക്ഷത്രം ബാക്കി എത്രയാ ഉള്ളത് എന്ന് നോക്കിയിട്ട് കഴിഞ്ഞുപോയ കാർത്തിക നക്ഷത്രത്തിൻ്റെ ഭാഗം എടുത്തിട്ടാണ് ഗർഭശിഷ്ട ദശ എടുക്കുന്നത്. ആ ഗർഭശിഷ്ട ദശയിൽ നക്ഷത്രത്തിൻ്റെ കാൽക്കുലേഷനിൽ സർവ്വസാധാരണമായി സംഭവിക്കാവുന്ന തെറ്റുകൾ സംഭവിച്ചാൽ ഇയാളുടെ ദശ കാൽക്കുലേഷൻ മുഴുവനും തെറ്റും, ജീവിതം മുഴുവനും തെറ്റും. എന്താ തെറ്റുമെന്ന് പറയാൻ കാരണം, ഒരാളുടെ ദശയെടുത്ത് കമ്പ്യൂട്ടറിൽ കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അയാൾക്ക് 18 വയസ്സ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് 4 ദിവസം കഴിയുമ്പോൾ അയാൾക്ക് ഗുരുദശ ആരംഭിക്കും എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഈ 18 വയസ്സ് കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് ഇത്രയും ദിവസം കഴിഞ്ഞ് ഗുരുദശ ആരംഭിക്കും എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഗർഭദിശയുടെ കണ്ടിന്യൂവേഷനായിട്ടുള്ള കാൽക്കുലേഷനാണ്. ആ ഗർഭദശ കാൽക്കുലേഷൻ തെറ്റിയാൽ ഇയാളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയുള്ള കാൽക്കുലേഷൻ തെറ്റും. അതൊരു ക്രിമിനൽ ഫ്ലോപ്പാണ്. ജ്യോതിഷത്തിലെ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ട് ഒരു ജ്യോത്സ്യൻ തമാശയിൽ എന്നോട് പറയുകയുണ്ടായി, നിങ്ങളത് ആരോടും പറഞ്ഞേക്കല്ലേ, വളരെ തമാശയിൽ പറഞ്ഞ എന്താ അറിയോ? ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു, കുറേ കാലമായി കഷ്ടകാലാണ് തിരുമേനി, എന്താ ചെയ്യുക? തിരുമേനി ഇതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, അത്രേ, നിങ്ങൾ പറയേണ്ടതോ നമ്മൾ പറയേണ്ടതോ അങ്ങേര് പറഞ്ഞതാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, കഥയാണോ എന്ന് പറയേണ്ട ഉത്തരമല്ല. എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇനി 2.5 കൊല്ലം കൂടി കഷ്ടകാലമുണ്ട്. അത് കഴിഞ്ഞാൽ ഈ കഷ്ടകാലത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളെല്ലാം ഒരു ശീലമാവും, പിന്നെ പ്രശ്നമില്ല. അർത്ഥം മനസ്സിലായോ പറഞ്ഞത്? 2.5 കൊല്ലം വരെ കഷ്ടകാലമുണ്ട്. അത് കഴിഞ്ഞാൽ ഈ 2.5 കൊല്ലം അനുഭവിച്ച കഷ്ടകാലം ഒരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ ജാതകത്തിലുള്ള ദുഃഖത്തെ വലിയതായിട്ട് പെരുപ്പിച്ച് കാണിക്കാതെ അത് ജീവിതത്തിൽ ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വിതരാഗ ഭയക്രോധ സ്ഥിതധീർ മുനിരുച്യതേ. ദുഃഖം വരുമ്പോൾ പരിധിക്കപ്പുറം ഡിപ്രസ്ഡ് ആവാതിരിക്കുക, സുഖം വരുമ്പോൾ പരിധിക്കപ്പുറം എക്സൈറ്റഡ് ആകാതിരിക്കുക,
ബോണ്ടേജ്, ഭയം, ദേഷ്യം കഴിയുന്നത്രയും ഒഴിവാക്കുക. ഇങ്ങനെയുള്ള ചില ഉപദേശങ്ങൾ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മളുടെ പൂർവീകരുടെ അറിവ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു വ്യക്തിയുടെ മുമ്പിൽ എൻ്റെ അറിവിൻ്റെ ഭാണ്ഡത്തിൻ്റെ കെട്ടഴിക്കാനല്ല, മറിച്ച് എൻ്റെ അറിവിൻ്റെ ഒരംശമെങ്കിലും ഉപയോഗിച്ച് ആ വ്യക്തിയുടെ മനസ്സിന് സമാധാനവും ശാന്തിയും ആശ്വാസവും കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് നല്ലത്. ഇത് എടുത്തു പറയാൻ കാരണം ഇപ്പൊ ഈ 1.5 പൊരുത്തം എന്ന് പറഞ്ഞ് ചിലത്, ചൊവ്വാദോഷം എന്ന് പറഞ്ഞ് ചിലത്, പാപജാതകം എന്ന് പറഞ്ഞ് ചില ജ്യോതിഷന്മാര് അടിച്ചു വിടുന്നതെല്ലാം ഒരു ഡോക്ടർ പോലും പറയാത്ത രീതിയിലാണ് ജ്യോതിഷന്മാർ പലപ്പോഴും അവരുടെ വിഷയം ക്രിമിനൽ രീതിയിൽ വിവരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കാം. ഞാൻ പറഞ്ഞ എൻ്റെ ബന്ധുവിൻ്റെ എല്ലാ ടെസ്റ്റും കൊണ്ട് VP ഗംഗാധരൻ സാറിൻ്റെ അടുത്ത് ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പേടിക്കാനൊന്നുമില്ല, ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ക്യാൻസറാണ്. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ചികിത്സിച്ച് ഭേദമാക്കാവുന്നതേ ഉള്ളൂ, അതിലെന്താ ഇത്രയധികം. അപ്പോൾ ഒരു ഓങ്കോളജിസ്റ്റ് ശരിക്ക് ക്യാൻസർ ആണെന്ന് പറയുന്നത് പോലും ഒരു സ്മൂത്തനിങ് എഫക്റ്റ് കൊണ്ടാ. ഇതല്ല, 7ാം ഭാവത്തില് ഭാവാധിപതിയായിട്ട് ചൊവ്വയുണ്ടെങ്കിൽ ചൊവ്വാദോഷം ഇല്ല. 8ാം ഭാവത്തില് ഭാവാധിപതിയായിട്ട് ചൊവ്വയുണ്ടെങ്കിൽ ചൊവ്വാദോഷം ഇല്ല. 7ാം ഭാവത്തിലും 8ാം ഭാവത്തിലും ചൊവ്വ ഉച്ചക്ഷേത്രത്തിലാണെങ്കിൽ വലുതായിട്ട് ഈ ചൊവ്വാദോഷം ഉണ്ടാവില്ല. ഇനി ചൊവ്വാദോഷം എന്ന് പറയുന്നത് തന്നെ എന്താ ഈ ചൊവ്വാദോഷം? ആ ചൊവ്വയുടെ ആക്ടിവിറ്റി എക്സൈറ്റഡ് ആയിട്ട് കാണിക്കും, കുറച്ച് ആക്റ്റീവായി, ഓവർ ആക്റ്റീവാവും. ചൊവ്വ എന്ന് പറഞ്ഞാൽ ആയുധം എന്ന് മാത്രമല്ല അർത്ഥം. ചൊവ്വ എന്ന് പറഞ്ഞാൽ മരണം എന്നർത്ഥമില്ല. ചൊവ്വ എന്ന് പറഞ്ഞാൽ മരണം എന്നർത്ഥമില്ല എന്നല്ല, മരണം എന്നർത്ഥമില്ല. അപ്പം നമ്മൾ ഈ ചൊവ്വാദോഷം എന്ന് കേൾക്കുന്നതോടുകൂടി എന്തെല്ലാമോ ആണെന്നങ്ങോട്ട് വിചാരിക്കുക. അപ്പൊ 7ാം ഭാവത്തിൽ ചൊവ്വയുണ്ട്, അപ്പുറത്ത് നിന്ന് ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപ്പുറത്ത് നിന്ന് നല്ല ശുക്രന്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ഈ ചൊവ്വയുടെ നെഗറ്റീവുകൾ ഒത്തിരി കുറഞ്ഞു കിട്ടും. ഇനി ഈ ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ തന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇയാൾക്കും ആണിനും പെണ്ണിനും ഒരേപോലെ ചൊവ്വയുടെ ദശ വരാതിരുന്നാൽ ഒന്നും സംഭവിക്കില്ല. ഒരേപോലെ ചൊവ്വയുടെ ദശ ഒരിക്കലും ആണിനും പെണ്ണിനും വരികയില്ല. 10 കോടിയിൽ ഒരാൾക്ക് മാത്രമേ ഒരേ സമയത്ത് ഒരു ദശ വരുള്ളൂ. ഒരു കപ്പിളിന് 10 കോടിയിൽ ഒരു കപ്പിളിന് വെച്ചാൽ മനസ്സിലായി, ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേപോലെ ചൊവ്വാദശ വരുന്നത് റയറസ്റ്റ് ആണ്. കാരണം പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എടുക്കുമ്പോൾ അത് വരില്ല. അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ ഈ ചൊവ്വാദോഷമാണെന്ന് പറഞ്ഞ് അവരുടെ മനസ്സിനകത്ത് ഭീതി ഉണ്ടാക്കി ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകിയത് ജീവിതത്തിലെ മൊത്തം അപരാധമായി പോയല്ലോ ജഗദീശ്വര എന്നൊരമ്മയ്ക്കും അച്ഛനും തോന്നാൻ കാരണം ഈ ജ്യോത്സ്യനായിത്തീരുന്നു. ഇപ്പോൾ ജ്യോത്സ്യനായിത്തീരുന്നു. അതേ സമയത്ത് നിങ്ങൾ പറഞ്ഞു എന്ന് വിചാരിക്കുക, 7ാം ഭാവത്തിൽ ചൊവ്വയുണ്ട്, ഈ ആണിനോടും പെണ്ണിനോടും വിളിച്ചു പറയുക, ജീവിതത്തിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്, ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും. അമേരിക്കയിൽ ആരും ജാതകം നോക്കിയിട്ടൊന്നും അല്ല കല്യാണം കഴിക്കുന്നത്, ഇംഗ്ലണ്ടിലും ജാതകം നോക്കിയിട്ടൊന്നും അല്ല, യൂറോപ്പിലും ജാതകം നോക്കിയിട്ടൊന്നും അല്ല, ഇന്ത്യയിൽ തന്നെ 90% ആൾക്കാരും ജാതകം നോക്കിയിട്ടല്ല. നിങ്ങൾ ജാതകത്തിനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് ഒരു കാര്യം ചെയ്യാം, ഒരല്പസ്വല്പം കുറവുകളൊക്കെ കണ്ടാൽ തന്നെ ഒരു 7 ദിവസം നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ പോയിട്ടൊന്ന് തൊഴുക. ദേവീക്ഷേത്രത്തിൽ പോയി തൊഴുതാൽ ഇവരുടെ അസുഖമൊന്നും ഇല്ലാണ്ട് ആവണില്ല. പക്ഷേ സെൽഫ് കോൺഫിഡൻസ് ഇതാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. ഒരു വരി കൂടി പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം. ആലോചിച്ച് നോക്കാം, കയ്യിൽ ചരട് കെട്ടിയാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് പറഞ്ഞ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് വിചാരിക്കാം. ഞാൻ എന്താ ഉത്തരം പറയേണ്ടത്? ഞാൻ അതിന് ഉത്തരം പറയാറുള്ളത്, എൻ്റെ വീട്ടിലൊരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കും, 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടി. സന്ധ്യാസമയത്ത് വീടിന് ചുറ്റും കറങ്ങി നടക്കുമ്പോൾ ഒരു കീരിയെ കണ്ടു. കീരി, പട്ടിയോ പൂച്ചയോ എന്തോ കണ്ടു, പാമ്പിനെയോ കണ്ടു. ഈ കുട്ടി പേടിച്ചു.
ഈ കുട്ടി പേടിച്ച ഉടനെ വീട്ടിനകത്തേക്ക് കയറി വരുമ്പോൾ അമ്മൂമ്മമാരെന്താ ചെയ്യാറിയോ? പണ്ടത്തെ കാലത്ത് അമ്മൂമ്മമാര് ആ ട്രൗസർ പൊക്കി തുടയിലൊരു ഒറ്റ അടി വെച്ച് കൊടുക്കും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ആ തുടയ്ക്ക് അടി വെച്ച് കൊടുക്കലും പിന്നെ ഉടനെ തടവി പറയും, അമ്മൂമ്മ മോനെ തല്ലിയോ, ഇനി അമ്മൂമ്മയ്ക്ക് വെളിച്ചത്തെ ചോറ് കൊടുത്ത് ഇരുട്ടത്ത് കിടത്താട്ടോ. ഈ അമ്മൂമ്മ തല്ലിയത് തീരെ ശരിയായില്ല. ഈ കുട്ടിയുടെ ശ്രദ്ധ ആ കീരിയെ കണ്ട് പേടിച്ചതിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് കീരിയുടെ അനുഭവം പോകുന്നതിന് മുമ്പ് ശരീരത്തിൻ്റെ വേദന ഉപബോധ മനസ്സിലേക്ക് കയറിയാൽ, ശരീരത്തിൻ്റെ വേദന ഉപബോധ മനസ്സിലേക്ക് കയറിയാൽ ആ ശരീരത്തിൻ്റെ വേദന തടവിയില്ലാണ്ടാക്കാം. ശരീരത്തിൻ്റെ വേദന തടവിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ വേദന പോയി, 2 മിനിറ്റ് കൊണ്ട് പോയി. അത് കഴിഞ്ഞ് ആ കുട്ടി കുറച്ചുകൂടി പേടിക്കുന്നു എന്ന് വിചാരിക്കുക. ഇപ്പം ആ ചെറിയ കുട്ടി പറഞ്ഞ മാതിരി ചിലപ്പോൾ ഒന്ന് ഒഴിഞ്ഞിടും. അത് കഴിഞ്ഞിട്ട് എന്തു ചെയ്യും? ചിലപ്പോൾ ഒരു ചരടെടുത്ത് അമ്മൂമ്മ ഊതും, ഷൂ 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 എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇനി എൻ്റെ മോന് പേടിയെന്ന് പറയുന്ന ഒന്നും ഉണ്ടാവില്ല കേട്ടോ, അമ്മൂമ്മ മന്ത്രമൊക്കെ ജപിച്ച് ചരടൊക്കെ എൻ്റെ മോൻ്റെ കയ്യിൽ കെട്ടുകയാണെന്ന് പറഞ്ഞ് ആ ചരട് ആ കുട്ടിയുടെ കയ്യിൽ കെട്ടിയാൽ ആ കുട്ടി നന്നായിട്ട് അന്ന് ഉറങ്ങും. ആ ചരട് കൊണ്ടുപോയിട്ട് VS അച്യുതാനന്ദൻ്റെ കൈ കെട്ടിയാലോ? അതവിടെ വർക്ക് ചെയ്യില്ല. ഇവിടെ വർക്ക് ചെയ്യണത് അവിടെ വർക്ക് ചെയ്യില്ല. ഇവിടെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റാ. അവിടെ അങ്ങേരുടെ കയ്യിലേക്ക് ചരടും കൊണ്ടുപോയാൽ അങ്ങേര് കയറും കൊണ്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ 7 ദിവസം എള്ളുതിരി കത്തിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഈ ജാതകത്തിൽ ഞാൻ അനുഭവിക്കേണ്ടതായ കാര്യങ്ങളെ ഏകദേശ രൂപത്തിൽ ഗ്രഹങ്ങളുടെ കാരകത്വം കൊടുത്ത് ഭാവത്തിൽ നിർത്തിയിട്ട് അതാത് ഗ്രഹങ്ങളുടെ ദശ വരുമ്പോൾ ആ വരി ഓർമ്മിക്കുക. അതാത് ഗ്രഹങ്ങളുടെ ദശ വരുമ്പോൾ ആ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് സൂചിപ്പിക്കുമ്പോൾ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ദശ എത്രയാ? ഇപ്പോൾ സൂര്യന് ദശ 6 ദശാകാലം. സൂര്യൻ്റെ ദശാകാലം 6 വർഷമാണ്. ചന്ദ്രന് 10 വർഷം, ചൊവ്വയ്ക്ക് 7 വർഷം. ഞാൻ നേരത്തെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ച മാതിരി ഒരു ചോദ്യം ചോദിക്കട്ടെ. സൂര്യൻ 6 വർഷമാണ് ദശാകാലമെന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടുപിടിച്ചത്? ചൊവ്വയ്ക്ക് 7 വർഷമാണെന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടുപിടിച്ചത്? അല്ലെങ്കിൽ ശുക്രന് 19 18 വർഷമാണെന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടുപിടിച്ചത്? ഉത്തരം 2ാമത്തെ അക്ഷരം തന്നെയാണ്. ഒരാൾക്കും പറയാൻ പറ്റില്ല. നിങ്ങൾ ഇത്രയും പേര് അകത്തും പുറത്തും TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകം, ഏറ്റവും ആധികാരികമായിട്ടുള്ള പുസ്തകം ഡോക്ടർ PS നായരുടെ പുസ്തകമാണ്. നിങ്ങൾക്കറിയാലോ ഇല്ലേ? കാർഡിൻ്റെ ഡയറക്ടർ, കാർഡ് എറണാകുളത്തെ സെൻറ്റർ ഫോർ അസ്ട്രോളജിക്കൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, കാർഡ് CARD. ഞാൻ പോസ്റ്റ് മാസ്റ്റർ ജനറൽ ആയിരുന്നു. നല്ലൊരു പുസ്തകമാണ്, വലിയ പുസ്തകം, വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല. പക്ഷെ അത് മുഴുവനും വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാവും, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് ജ്യോതിഷമെങ്കിൽ ഞാൻ ഇന്നു മുതൽക്കത് പഠിക്കണില്ല എന്ന് മനസ്സിലാവും. അത് വായിക്കുമ്പോൾ അത്ര കോംപ്ലിക്കേറ്റഡ് ആണ്, അത്രയും പാരാമീറ്റർ അതിനകത്തുണ്ട്. അല്ലാതെ പുസ്തകം കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടല്ല, ജാതകം അത്ര അധികം പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന ഈ ചന്ദ്രന് ദശ, ചൊവ്വയ്ക്ക് ദശ, ബുധൻ ഇത്രയും ദശ, രാഹുവിന് കേതുവിന് ദശ എഴുതിയിട്ടുണ്ട്. ഈ ദശാകാലം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡ്യൂറേഷൻ എടുത്തിരിക്കുന്നത്? ഒരൊറ്റ ആൾക്കും അറിഞ്ഞൂടാ. അതുപോലെ ഗർഭശിഷ്ട ദശ ഞാൻ നേരത്തെ നിർത്തുമ്പോൾ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറഞ്ഞു. ഇപ്പോൾ അശ്വതി മകം മൂലം അത് കേതു ദശയാണ് അല്ലെങ്കിൽ രാഹു ദശയാണെന്ന് പറയുമ്പോൾ എങ്ങനെ ഈ അശ്വതി മകം മൂലത്തിന് കേതു ദശ വന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വേറെ ഏതെങ്കിലും ദശ വന്നൂടെ? എന്തുകൊണ്ട് കേതു ദശ ആരംഭിച്ചു എന്ന് ചോദ്യത്തിന് എന്താ ഉത്തരം? നമ്മുടെ പൂർവികർ പറഞ്ഞത് നമ്മൾ ജസ്റ്റ് പ്രയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും പറഞ്ഞതാണ് ആവർത്തിക്കുന്നത് എന്നറിഞ്ഞാലും ഞാൻ പറയുന്നു, നമ്മൾ ശരിക്കും ഒരു ഹോട്ടലിലെ സപ്ലയറാണ്. ജ്യോതിഷം പഠിച്ച വ്യക്തി ഹോട്ടലിലെ സപ്ലയറാണ്. ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ കൊണ്ടുവന്ന് ഈ ഭക്ഷണം പാകം ചെയ്യുന്ന ആളുടെ കയ്യിൽ കൊടുക്കുന്ന വെജിറ്റബിളും അരിയും പരിപ്പും എല്ലാം ഉപയോഗിച്ച് കുക്ക് ദഹനക്കാരൻ പാകം ചെയ്തത്
ദഹണ്ണക്കാരൻ പാകം ചെയ്തു വെച്ചതിനെ ആ സപ്ലയർ വിളമ്പിക്കൊടുക്കുന്നു. സപ്ലയർക്ക് അറിഞ്ഞൂടാ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്, സപ്ലയർക്ക് അറിഞ്ഞൂടാ സാമ്പാറും രസവും പുളിശ്ശേരിയും തലശ്ശേരിയും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. അയാൾ ഉണ്ടാക്കി വെച്ചത് ഇയാൾ വിളമ്പിക്കൊടുക്കുന്നു. ഇവിടെയാണ് ജ്യോത്സ്യൻ്റേതുള്ളത്. ഞാൻ പഠിച്ചു എങ്ങനെയാ വിളമ്പേണ്ടതെന്ന്. യു ആർ ഓൺലി ദ സെർവിങ് ബോയ്, വി ആർ ഓൺലി ദി സെർവിങ് ബോയ്. ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് വി ആർ ലോജിക്കലി റാഷണലി അനലൈസിങ്. എവിടെയാ ലോജിക്കലി റാഷണലി അനലൈസിങ്? ഈ ആഴ്ച നിങ്ങൾക്ക്, ഈ മാസം നിങ്ങൾക്ക് എന്ന് പറഞ്ഞ പത്രത്തിൽ വരാറില്ലേ അല്ലേ? ഗോചരത്തിന്റെ അടിസ്ഥാനത്തിൽ ആയില്യം നക്ഷത്രക്കാരന് വിവാഹ യോഗമുണ്ട്, അയാൾക്ക് 88 വയസ്സായി. ആയില്യം നക്ഷത്രക്കാരന് 88 വയസ്സാവാൻ പാടില്ല എന്നുണ്ടോ? ആയില്യം നക്ഷത്രക്കാരന് 88 വയസ്സാവാൻ പാടില്ല എന്നില്ല. ആയില്യം നക്ഷത്രക്കാരൻ, മകം നക്ഷത്രക്കാരന് വാഹന യോഗമുണ്ട്, 4 ചക്രം വാഹനം വാങ്ങിക്കാനുള്ള യോഗമുണ്ട്. 92 വയസ്സായി, ഇനി അയാൾക്ക് ഒരു വാഹനമേ വേണ്ടു മോളയ്ക്ക് പോകാനുള്ളത്. അപ്പം ഇവിടെ നമ്മൾ ആളുടെ പ്രായവും കൂടി നോക്കിയിട്ട് അല്പം ലോജിക്കലിയാണ് കാര്യങ്ങൾ വിവരിക്കുക. ഈ ലോജിക്കൽ വിവരണം മാത്രമേ നമുക്കുള്ള ചോയ്സ് ഉള്ളൂ. നമുക്കുള്ള ചോയ്സ് അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു ജ്യോത്സ്യൻ പറയുന്ന കാര്യങ്ങളിൽ അയാൾ സൃഷ്ടികർത്താവല്ല. ഈ പരിമിതമായ ലഗ്നത്തിൻ്റെ അളവ് ഉപയോഗിച്ച്, ആ പരിമിതമായ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഉപയോഗിച്ച്, പരിമിതമായ ഈ നക്ഷത്രത്തിൻ്റെ ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്ത്, അവിടെയൊക്കെ തെറ്റ് വരാം. ആ തെറ്റുകളെയെല്ലാം മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നമ്മളൊരു ജാതകത്തിൻ്റെ പ്രഡിക്ഷൻ. ഇനി ദശ പറയുമ്പോൾ തന്നെ എന്താ, ചിലപ്പോൾ ചിലർ പറയാറുണ്ട്, ചിലരോട് ചോദിച്ച ഉടനെ തൻ്റെ നക്ഷത്രം എന്താണോ, തിരുവോണം. അപ്പം ഇങ്ങനെ ഓ അത് ശരി, ഇപ്പം ശനിദശയല്ലേ, തറക്കടില്ല, നല്ലതാ. എങ്ങനെയാ ശനിദശ നല്ലതാന്ന് പറയുന്നേ? ഞാൻ തിരുവോണ നക്ഷത്രക്കാരനാണെന്ന് പറഞ്ഞ ഉടനെ അയാൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ശനിദശ നല്ലതാണെന്ന് അയാൾ പറയുന്നു. ഈ ജാതകം പഠിച്ച നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ശനി നല്ല ദശയാണെന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം? ജാതകത്തിൽ ശനി എത്രാം ഭാവത്തിൽ നിൽക്കുന്നു, ആ ശനി ഉച്ചത്തിലോ നീചത്തിലോ സ്വക്ഷേത്രത്തിലോ ബന്ധുക്ഷേത്രത്തിലോ ശത്രുക്ഷേത്രത്തിലോ നിൽക്കുന്നു. ആ ശനിക്ക് മറ്റ് ഗ്രഹങ്ങളിൽ ആരുടെയൊക്കെ ദൃഷ്ടിയുണ്ട്, ആ ശനി മറ്റു ഗ്രഹങ്ങളുമായിട്ട് ആരൊക്കെയായിട്ട് യോഗം ചെയ്തിരിക്കുന്നു. ഇത്രയും നോക്കാതെ തിരുവോണ നക്ഷത്രക്കാരന് ഇപ്പം ശനിദശയാണെന്നും പറഞ്ഞ് കൈ കെട്ടിയിട്ട് തനിക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു വിഡ്ഢിത്താണ്. അപ്പോൾ നമ്മൾ ചിലതിനെ അങ്ങോട്ട് അറിയാമെന്ന രീതിയിൽ പറയുന്നു. ചിലർ എനിക്കിപ്പോൾ ശുക്രദശയാണ്, ഓ പക്ഷെ ശുക്രൻ എവിടെയാണെന്ന് അറിയണ്ടേ? 12ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുകയാണെങ്കിൽ അയാൾ കുത്തുവാള എടുക്കാൻ വേറൊന്നും വേണ്ട. ആ സമയത്ത് വീട് കെട്ടിയാൽ നല്ലതാണ്. എന്താ ഗുണം അറിയോ? വീട് കെട്ടുമ്പോൾ കുത്തുവാള തന്നെത്താൻ എടുത്തോളും. അപ്പോൾ വീടുണ്ടാവുകയും ചെയ്യും, ഇയാൾ കുത്തുവാള എടുക്കുകയും ചെയ്യും. 2 ഗുണമുണ്ട്. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഞാൻ കാനഡയിൽ കുറേ കാലം കനേഡിയൻ ഗവൺമെൻറ്റിൻ്റെ ക്ഷണമനുസരിച്ച് പോയിരുന്നു. 1993-94. അപ്പോൾ 2.5 വർഷം കൊണ്ട് ഏതാണ്ട് 13 ലക്ഷം രൂപയുടെ അസറ്റ് എനിക്കുണ്ടായി. അവിടെ നിന്ന് കിട്ടിയ പൈസ 13 ലക്ഷം രൂപ. പേഴ്സണൽ കാര്യമാണ്, സീരിയസ് ആയിട്ട് എടുക്കണ്ട. അപ്പോൾ എനിക്കറിയാം എൻ്റെ ശുക്രദശയാണ് വരുന്നത്. 12ൻ്റെ അടുത്ത് ശുക്രൻ ഇരിക്കുന്നു, കുത്തുവാള എടുക്കുന്നത് എനിക്കറിയാം. എൻ്റെ അച്ഛൻ, എന്നോട് ഏറ്റവും ഇഷ്ടമുള്ള അച്ഛൻ എനിക്ക് തന്നത് 52 അടി ഡയമീറ്ററുള്ള കുളമാണ്. 52 അടി ഡയമീറ്ററുള്ള 27 അടി താഴ്ചയുള്ള കുളം. ഞാൻ ജൂലൈ മാസം 18-ാം തീയതി ഒടും മഴയത്ത് ഈ പൈസ ഉപയോഗിച്ച് ഈ ശുക്രൻ 12-ൽ നിൽക്കുമ്പോൾ ആ ദശയിൽ ആ കുളം നികത്താൻ തീരുമാനിച്ചു. ജൂലൈ 12 എന്ന് വെച്ചാൽ അറിയാലോ, മിഥുനമാസം. എറണാകുളത്തെ മഴ, തൃപ്പൂണിത്തുറയിലെ മഴ അടിപൊളി മഴയാണ്. ഈശ്വരാനുഗ്രഹം കൊണ്ട് 118 ലോഡ് മണ്ണടിച്ച് ആ കുളം നികത്തി. അയാൾ എന്നെ സഹായിച്ചു. ഒരു 10-25 ലോഡ് മണൽ കൂടി കൂട്ടിയടിച്ചു. സാറിന് എന്തെങ്കിലും കുളത്തിൽ താന്നു പോവുകയാണെങ്കിൽ സാറ് പോവണ്ട, മണ്ണ് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് കുറേ മണ്ണും അടിച്ചു. ഒരു 20 ലോറി കരിങ്കല്ലും അടിച്ചു തന്നു. അത് കഴിഞ്ഞ് അടുത്ത വേനൽക്കാലത്ത് വീട് കെട്ടി. ഈ കയ്യിലുള്ള പൈസ മുഴുവനും പോവുകയും ചെയ്തു. റാഫ്റ്റ് ഫൗണ്ടേഷനിൽ
2 നില കെട്ടിടവും തീർത്തു ഈ എമൗണ്ട് കൊണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് കടമില്ല. ഇത് ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ ജീവിതമല്ല. ചില നെഗറ്റീവുകളെ ജ്യോതിഷം പഠിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ആ നെഗറ്റീവിനെ പോസിറ്റീവാക്കാൻ ജാതകം ഉപയോഗിക്കണം.